പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 29-ാം ദിനം. കണ്ണിൽ വിളങ്ങുന്ന കാരുണ്യം. ഒരിക്കലൊരു വൃദ്ധൻ കടത്ത് കടക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. പുഴയ്ക്ക് വീതിയും ആഴവും ഏറെ ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾക്ക് നീന്തിക്കടക്കാൻ സാധിക്കുമായിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഏതാനും കുതിരസവാരിക്കാർ ആ വഴി വന്നു. ഓരോരുത്തരും പുഴ കടക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ അവരെ ശ്രദ്ധിച്ചു. എല്ലാവരും കടന്നുപോയി, ഒരാൾ മാത്രം ബാക്കിയായി. അയാളെയും ആ മനുഷ്യൻ നിരീക്ഷിച്ചു. ആ കുതിരക്കാരൻ കടവിലേക്ക് നീങ്ങിയപ്പോൾ വൃദ്ധൻ ചോദിച്ചു, "സാർ, എന്നെ കൂടി പുഴ കടത്താമോ?" "തീർച്ചയായും," കുതിരക്കാരൻ മറുപടി നൽകി. അക്കരെ എത്തിയപ്പോൾ കുതിരസവാരിക്കാരൻ വൃദ്ധനോട് ചോദിച്ചു, "മുമ്പേ പോയവരോടൊന്നും ഇക്കരെ കടത്താമോ എന്ന് അങ്ങ് ചോദിച്ചില്ലല്ലോ?" "ഞാൻ വന്നപ്പോൾ ചോദിച്ചു. എന്തുകൊണ്ടാണത്?" വൃദ്ധൻ മറുപടി പറഞ്ഞു, "ഞാൻ അവരോരോരുത്തരുടെയും കണ്ണിൽ നോക്കി. ആ കണ്ണുകളിൽ കനിവിൻ്റെ ഉറവ ഞാൻ കണ്ടില്ല. അവരോട് ചോദിക്കുന്നത് വെറുതെയാവുമെന്ന് എനിക്കറിയാമായിരുന്നു. താങ്കളുടെ കണ്ണിലും ഞാൻ ഉറ്റുനോക്കി. അവയിൽ ആർദ്രതയും അലിവും സന്മനസ്സും ഞാൻ കണ്ടു. അതുകൊണ്ടാണ് താങ്കളോട് ചോദിച്ചത്." "അങ്ങ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി" എന്ന് പറഞ്ഞ് കുതിരക്കാരൻ വേഗം കടന്നുപോയി. അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സൺ ആയിരുന്നു ആ കുതിരസവാരിക്കാരൻ. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ മുമ്പേ പോയ കുതിരസവാരിക്കാരെ പോലെ ഞാനും നിങ്ങളും പെരുമാറിയിട്ടില്ലേ? പാവപ്പെട്ടവർ സമീപിക്കുമ്പോൾ, ആവശ്യക്കാർ അടുത്തു വരുമ്പോൾ, തിരക്കഭിനയിച്ചും കണ്ടില്ലെന്ന് നടിച്ചും കണ്ണുകളിൽ ഗൗരവം നിഴലിപ്പിച്ചുമൊക്കെ ഞാനും നിങ്ങളും അവരെ കടന്നുപോയിട്ടില്ലേ? സഹജമായ മനുഷ്യത്വത്തിനു മുൻപിൽ സ്വാർത്ഥതയുടെ കർട്ടൻ താഴ്ത്തി കടന്നുപോയ അത്തരം അവസരങ്ങളെ ഓർത്ത് നാം ഖേദിക്കണം. ഈ നോമ്പുകാലത്ത് നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്ന ആളുകൾക്ക് ആർദ്രതയും അലിവും അൻപും ദർശിക്കാൻ ഇടയായിട്ട് തീരണം. നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുന്നവർക്ക് പ്രത്യാശ പകരുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ നോമ്പാചരണം കൂടുതൽ അന്വർത്ഥമായി തീരും. അതിന് ഈ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.